Good morning, all. Good morning, and welcome to today's session. വീണ്ടും നമ്മൾ സ്പോട്ട് ദിയർ ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുകയാണ്. സ്പോട്ട് ദിയർ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെ, സ്പോട്ട് ദിയർ എന്ന് പറയുന്ന സ്പോട്ട് ദിയർ പ്രാക്ടീസ് അല്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രാമർ പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ സ്പോട്ട് ദിയർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക ഈ സ്പോട്ട് ദിയർ, അതുപോലെ സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും അല്ലേ, മോഡൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനിലും പല പല കോൺസെപ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ഓരോ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യും അല്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അതാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നതും അതാണ്. റൈറ്റ്, ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പായിട്ട് പറയാനുള്ളത് അൺഅക്കാഡമി ആസ്ക് ഡൗട്ട് എന്ന ഫീച്ചർ ഉണ്ട്. ആസ്ക് എ ഡൗട്ട് എന്ന് പറഞ്ഞ ഫീച്ചർ. ഓക്കെ, അപ്പോൾ ആസ്ക് എ ഡൗട്ടിൽ എന്താണ്, പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ചോദ്യങ്ങളിൽ വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഡൗട്ട്സ് ആൻഡ് സൊല്യൂഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് എ പിക്ചർ എന്ന ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരും. ആ എക്സ്പ്ലനേഷൻ തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് 3 ഡൗട്ടുകൾ വരെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ റേസ് ഹാൻഡ് തന്നെ ഫീച്ചർ ഉണ്ട്. റേസ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേറ്ററോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയൊരു ഫീച്ചറാണ്. അതിനെ റിക്വസ്റ്റ് കൊടുത്തിട്ട് എഡ്യൂക്കേറ്റർ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നേരിട്ട് എഡ്യൂക്കേറ്ററിനോട് സംസാരിക്കാം. അതാണ് റേസ് ഹാൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പ്ലസ് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സുകളെല്ലാം സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സിലബസ് എല്ലാം പക്ക അല്ലേ, അത് സ്ട്രക്ചേർഡായി ആ സിലബസ് എല്ലാം ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രക്ചേർഡ് കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഒരു തരത്തിൽ റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. എത്രത്തോളമാണ് എത്ര വാലിഡിറ്റിക്കാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അത്രത്തോളം അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ്സസ് ലഭിക്കും അല്ലേ. ലൈവ് ക്ലാസ്സസ് പറയുമ്പോൾ ക്ലാസ്സസ് എല്ലാം ലൈവ് ആയിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെസ്റ്റ് അനാലിസിസും ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് അനാലിസിസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പേഴ്സണൽ ഗൈഡൻസ് കിട്ടുന്നതാണ്. പിന്നെ എക്സ്പേർട്ട് ഗൈഡ് ലൈൻസ് ഉണ്ടാവും. സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് ബൈ വീക്ക്ലി റിവ്യൂസ്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യും, സ്പെഷ്യലൈസ് നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് സെറ്റ്സ്. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഇവിടെയാണ്. ഇപ്പോൾ പ്ലസ് എടുക്കാനുള്ള പ്ലസിൻ്റെ പ്ലാൻസ് ആണ്. പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡിഫറെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്. 1 മന്ത് ആണെങ്കിൽ 1350 പേ ചെയ്യാം. എല്ലാ മാസവും 1350 പേ ചെയ്യുന്നതിന് പകരം 3 months നിങ്ങൾക്ക് 3400 പേ ചെയ്താൽ മതി. 6 months ആണെങ്കിൽ 5400, 1 year ആണ് 6500, 2 years ആണ് 7800. ഓക്കെ, അപ്പോൾ പിന്നെ VCN 10 കോഡ് യൂസ് ചെയ്യാൻ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണ്, ഇപ്പോൾ ഏതെങ്കിലും അൺഅക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിലോ യൂട്യൂബ് ക്ലാസ്സുകളിലോ ചാനൽസിലോ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോണ്ടന്റ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈസ് ലഭിക്കുന്നതാണ്, ക്ലെയിം എ പ്രൈസ്. അതിൻ്റെ ഫോം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. Instead of helping her mother at the kitchen, Rekha was on her mobile talking to her friend. Instead of helping her mother at the kitchen, Rekha was on her mobile. ഓക്കെ, ഈ മൊബൈൽ ഫോൺ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല, രണ്ടും അക്സെപ്റ്റബിൾ ആണ്. ഇവിടെ ഗ്രാമാറ്റിക്കലി ഒന്നും മിസ്റ്റേക്ക് ഒന്നുമില്ല ഈ ഭാഗത്ത്. ടോക്കിംഗ് ടു ഹെർ ഫ്രണ്ട്, അതും ടോക്കിംഗ് ടു എന്ന് പറയുന്ന ഈ ഒരു പ്രപ്പോസിഷൻ്റെ യൂസേജും കറക്റ്റാണ്. ഇവിടെ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? മദർ അറ്റ് ദ കിച്ചൺ അല്ല, ഇൻ ദ കിച്ചൺ അല്ലേ. ഇൻ എന്നാണ് പറയുക. നമ്മളൊരു വീട്ടിനകത്ത് ഒരു ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ഒരു റൂമിനെ കുറിച്ചാണ്, ആ റൂമിലാണ് ഉള്ളത് എന്ന് പറയാൻ നമുക്ക് ഇന്നും തന്നെ പ്രപ്പോസിഷൻ ഉപയോഗിച്ചാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് എ മദർ ഇൻ ദ കിച്ചൺ, അറ്റ് ദ കിച്ചൺ അല്ല, ഇൻ ദ കിച്ചൺ അല്ലേ, അറ്റ് അല്ല ഇൻ. അപ്പോൾ ഡിഫറെൻറ്റ് എന്താണ് പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർ യൂസ് ഓഫ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഓപ്ഷൻസ് ഇല്ല. പ്രോപ്പർ യൂസ് ഓഫ് പ്രപ്പോസിഷൻസ് കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷൻ ഇന്നലെയാണ് തോന്നുന്നു, ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് 2 ദിവസം മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ നോക്കുക. അപ്പോൾ പ്രപ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ബേസ് ചെയ്ത ക്ലാസ് എടുത്തിട്ടുണ്ട്.
ഇന്നലത്തെ ക്ലാസ് ആണ് തോന്നുന്നു. ഇന്നലെ അതിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസമാണ് എടുത്തത് പ്രപ്പോസിഷൻ്റെ കോൺസെപ്റ്റുള്ള ക്ലാസ്. ഓക്കെ റൈറ്റ്. ആൻഡ് പ്ലീസ് ഗോ ഔട്ട് ആൻഡ് ചെക്ക് ഇഫ് ഇറ്റ് ഇസ് യെറ്റ് റെയിനിങ്. അതായത് പ്ലീസ് ഗോ ഔട്ട് അല്ലേ, പുറത്തേക്ക് പോകും, എന്നിട്ട് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം അല്ലേ. അപ്പോൾ ചെക്ക് ഇഫ് ഇറ്റ് ഇസ് യെറ്റ് റെയിനിങ് അല്ല, ദാറ്റ് സ്റ്റിൽ എന്നാണ്. അവിടെ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ റെയിനിങ് എന്നാണ്, യെറ്റ് അല്ല. യെറ്റ് അല്ല, സ്റ്റിൽ. ചെക്ക് ഇഫ് ഇറ്റ് ഇസ് സ്റ്റിൽ റെയിനിങ്. ഓക്കെ, ഓപ്ഷൻ സി. 3. It was a really bad movie, a worst movie I have ever seen in my life. അതൊരു വളരെ മോശം സിനിമയായിരുന്നു അല്ലേ. അത് മാത്രമല്ല, ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം അല്ലേ. അതായത് ഇന്ന ഒരു കാറ്റഗറിയിൽ ഈ ഗ്രൂപ്പിലെ ഏറ്റവും മോശം എന്ന് പറയുമ്പോൾ ഏറ്റവും എക്സ്ട്രീം ആണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി വേണം. അപ്പോൾ എന്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി? വേഴ്സ് എന്ന് പറയാൻ പോരാ, വേഴ്സ്റ്റ് എന്ന് വേണം, വേഴ്സ്റ്റ്. അതുപോലെ തന്നെ വേഴ്സ്റ്റിൻ്റെ കൂടെ നമുക്കൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളൂടെ വേണം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വേണം. ദ വേഴ്സ്റ്റ് മൂവി അല്ലേ, ദ വേഴ്സ്റ്റ് മൂവി ഐ ഹാവ് എവർ സീൻ മൈ ലൈഫ്. സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിലായിട്ട് എന്തായാലും ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അത്യാവശ്യം അല്ലേ. സോ ഓപ്ഷൻ ഡി. 4. Found in many parts of India, the frangipani tree is a small, low-branching tree which is especially used for several medicinal purposes. അല്ലേ. ഓക്കെ, ഈ ഒരു ട്രീനെ കുറിച്ചാണ് പറയുന്നത്, മരത്തിനെ പറ്റി പറയുകയാണ്. ഇറ്റ്സ് എ സ്മോൾ ആണ്, ഇറ്റ്സ് എ സ്മോൾ ലോ ബ്രാഞ്ചിങ് ട്രീ അല്ലേ. സ്മോൾ ലോ ബ്രാഞ്ചിങ് ട്രീ വിച്ച് ഇസ് എസ്പെഷ്യൽ എന്നല്ല പറയാം. എസ്പെഷ്യൽ എന്നൊരു വാക്കില്ല, കൂടുതലായിട്ട് അല്ലേ. എസ്പെഷ്യലി എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. എസ്പെഷ്യലി യൂസ്ഡ്, കൂടുതൽ ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് എന്നൊരു മീനാണ് എസ്പെഷ്യൽ അല്ലേ. അപ്പോൾ എസ്പെഷ്യലി വേണം. എസ്പെഷ്യലി യൂസ്ഡ് ഫോർ സെവറൽ മെഡിസിനൽ പർപ്പസസ്. 5. A recent government report highlights that the shortage of teachers in higher educational institutions is greater than that in countries like China, Brazil, Sweden and Russia. Okay. റീസെൻറ്റ് ഗവൺമെൻറ് റിപ്പോർട്ട്, ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ റീസെൻറ്റ് ഗവൺമെൻറ് റിപ്പോർട്ടാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ. ഗവൺമെൻറ് റിപ്പോർട്ടാണ് സബ്ജക്റ്റ്. കാരണം എന്താണ് ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിലെ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അല്ലേ, ആ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ആരാണോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് എന്തിനെക്കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ റീസെൻറ്റ് ഗവൺമെൻറ് റിപ്പോർട്ടാണ് സബ്ജക്റ്റ്. അതെന്താണ്? ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. റീസെൻറ്റ്. അപ്പോൾ എന്താണ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വേർബും സിംഗുലർ ആയിരിക്കണം. ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബാണ്. നമുക്ക് എന്ത് വേണം? എസ് ഫോം വേണം. ഹൈലൈറ്റ്സ് അല്ലേ. എസ് ഫോം ഓഫ് ദ വേർബ് ഇസ് സിംഗുലർ. എസ് ഇല്ലാത്ത സിമ്പിൾ ഫോം എന്ന് പറയുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്ന സിമ്പിൾ ഫോം എന്ന് പറയുന്ന സാധനം എന്താണ്? അത് പ്ലൂറലാണ്. നമുക്ക് സിംഗുലർ ആവണമെങ്കിൽ എസ് ചേർക്കണം. കാരണം റീസെൻറ്റ് ഗവൺമെൻറ് റിപ്പോർട്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ റീസെൻറ്റ് ഗവൺമെൻറ് റിപ്പോർട്ട് ഹൈലൈറ്റ്സ് ദാറ്റ് ദ ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ കൺട്രീസ്. ആ സെൻറ്റൻസ് മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജ് അല്ലേ, ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഗ്രേറ്റർ ആണ്. പക്ഷേ ചൈനയിലോ ബ്രസീലിലോ സ്വീഡനിലോ റഷ്യയിലോ ടീച്ചേഴ്സിൻ്റെ ഷോർട്ടേജിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഇൻ കൺട്രീസ് അല്ല, ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ കൺട്രീസ് എന്നാണ്. ഇവിടെ ദാറ്റ് വേണം. ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ കൺട്രീസ് ലൈക്ക് ചൈന, ബ്രസീൽ. അല്ലാതെ ഷോർട്ടേജ് ഓഫ് ടീച്ചേഴ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ചൈന, ബ്രസീൽ, സ്വീഡൻ, റഷ്യ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത് ഓപ്ഷൻ എ. 6. ഓക്കെ, their house aren't very big. Their house aren't very big, but their garden is. വീണ്ടും ഹൗസ് അല്ലേ. ഇവിടെ ഈ സെൻറ്റൻസിൽ ഈ ഹൗസിനെ കുറിച്ചാണ് പറയുന്നത്. ഹൗസ് ഒന്നുകിൽ ആ സെൻറ്റൻസിലെ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതാണ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ദിയർ ഹൗസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്.
സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ ആറിൻറ്റ് അല്ല ഇസിൻറ്റ് വേണം. ഇസിൻറ്റ് എന്നാണ് പറയുന്നത്. ദ ഹൗസ് ഇസിൻറ്റ് വെരി ബിഗ് ബട്ട് ദ ഗാർഡൻ ഇസ്. ഓപ്ഷൻ എ. എ ആണ് ആൻസർ. ആറിൻറ്റ് വരില്ല, ഇസിൻറ്റ് വെരി ബിഗ് ആണ്. ഇസിൻറ്റ് വെരി ബിഗ്. ഇസ് ഷീ ഗോ ടു വിസിറ്റ് ഹെർ പേരൻസ് ഇൻ ദ ഈവനിങ്. ഇസ് ഷീ ഗോ ടു വിസിറ്റ് ഹെർ പേരൻസ് ഇൻ ദ ഈവനിങ്. ഇസ് ഷീ ഗോയിങ് ടു വിസിറ്റ് അല്ലേ. ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ ഈവനിങ് അതായത് വൈകുന്നേരം വൈകിട്ട് അവളുടെ പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ അവൾ പോകുന്നുണ്ടോ. അപ്പോൾ പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും നമുക്കവിടെ ING ഉപയോഗിച്ചിട്ട് പറയാം അല്ലേ. ഒരു വേർബിൻ്റെ ING ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ പറയാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ നെക്സ്റ്റ് വീക്ക്. ഐ ആം ഗോയിങ് ടു ബാംഗ്ലൂർ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഗോയിങ് പക്ഷേ നെക്സ്റ്റ് വീക്കാണ്. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല, പക്ഷേ പ്രസൻറ്റ് എന്താണ് നമ്മുടെ ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈവനിങ്ങിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഇസ് ഷീ ഗോയിങ് എന്ന് പറയാം. ഇസ് ഷീ ഗോയിങ് ടു വിസിറ്റ് ഹെർ പേരൻസ് ഇൻ ദ ഈവനിങ് അല്ലേ. ഓപ്ഷൻ ഡി. 8. Our most memorable meeting with Spielberg happened while we were at the Berlin Film Festival in 1977, where the film Shatranjan Ke Khilari were being screened as India's official entry. അപ്പോൾ ഈ ക്ലോസ് മുതൽ നോക്കുകയാണെങ്കിൽ വേർ ദ ഫിലിം ശത്രുഞ്ജൻ കിഗ്ലാരി അല്ലേ, കിഗ്ലാരി, ഈ ഒരു ഫിലിം അത് ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ആയിട്ട് സ്ക്രീൻ ചെയ്യപ്പെടുകയായിരുന്നു അല്ലേ. സ്ക്രീൻ ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ പാസീവ് വോയിസിലാണ് സെൻറ്റൻസ് ഉള്ളത് അല്ലേ. ഇത് ഓബ്ജക്റ്റാണ്. ശത്രുഞ്ജൻ കെ കിലാരി എന്ന് പറയുന്ന ഈ ഫിലിം, ഈ സാധനം ഓബ്ജക്റ്റാണ് അല്ലേ. ഓബ്ജക്റ്റാണ്, അത് പാസീവ് വോയിസിലാണ്. അപ്പോൾ എന്തായിരിക്കണം, ആ ഓബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം ഈ പറയുന്ന ബി വേർബ് ഉള്ളത്. ഓബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് ബീയിങ് എന്ന് വേണം. വാസ് ബീയിങ് സ്ക്രീൻഡ്, സ്ക്രീൻ ചെയ്യപ്പെടുകയായിരുന്നു. സ്ക്രീൻ എന്ന് പറയുന്ന പ്രവൃത്തി എന്തിനെയാണ് ചെയ്യുന്നത്? ശത്രുഞ്ജൻ കെ കിലാരി എന്ന് പറയുന്ന ആ ഒരു ഫിലിമിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫിലിം ആണ് ഓബ്ജക്റ്റ്, അത് സിംഗുലർ ആണ്. സോ വാസ് ബീയിങ് screened as India's official entry. D. Doctors say that eating red meat is one of a lead cause of heart diseases. Okay. അതായത് റെഡ് മീറ്റ് കഴിക്കുന്നത് ഹാർട്ട് ഡിസീസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ കോസസ് വേണം. കോസസ്, ലീഡ് കോസസ്. പിന്നെന്താണ്? വൺ ഓഫ് എ ലീഡ് കോസസ് അല്ല, നമ്മൾ അവിടെ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ല ഉപയോഗിക്കുക, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ആണ് യൂസ് ചെയ്യുക. നമ്മളെപ്പോഴും പ്രധാനപ്പെട്ട ഈ ഒരു വസ്തുക്കളിൽ ഒന്ന്, പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാൾ ഒന്ന്, അല്ലെങ്കിൽ ഒരാൾ എന്നൊക്കെ പറയുന്നത് എന്താണ് അല്ലേ? ഒരു ഗ്രൂപ്പിലെ ഒന്നെന്ന് പറയുമ്പോൾ അവിടെ വൺ ഓഫ് ദന് ശേഷം വരേണ്ട നൗൺ ഷുഡ് ബി പ്ലൂറൽ. ലീഡ് കോസ് അല്ല, ലീഡ് കോസസ് എന്നായിരിക്കണം. ലീഡ് കോസസ് ഓഫ് ഹാർട്ട് ഡിസീസ്, വൺ ഓഫ് ദ ലീഡ് കോസസ് ഓഫ് ഹാർട്ട് ഡിസീസ് ആണ് ഓപ്ഷൻ എ. Since a meeting drew to a close, I realized that people were not really listening to me. Okay. Since a meeting drew to a close, I realized that people were not really listening to me. Okay. എന്താണിത്? Since a meeting drew to a close എന്ന് പറയുമ്പോൾ drew to a close, അത് എന്താണ്? മീറ്റിംഗ് അവസാനിച്ചു ഉദ്ദേശിക്കുന്നത്. I realized people were not really listening to me. Okay, people listening ആയിരുന്നില്ല, പക്ഷെ ഇവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. Since a meeting. Okay. Okay, option B. അല്ലേ? People were not really listening to me. കറക്റ്റ് ആണല്ലോ. I realized that people were തന്നെ വേണം. Okay. Right. 11. Rescue officials was unable to find any survivors in the California boat tragedy. Okay, rescue officials was അല്ല, rescue officials were അല്ലേ? Were unable to find any survivors. Were unable to find any survivors in the California boat tragedy. Option A.
അല്ല, കാരണം റെസ്ക്യൂ ഓഫീഷ്യൽസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ വെയർ എന്ന് പറയുന്ന പ്ലൂറൽ വേർബാണ്. ഓക്കെ. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് ടു മീ ആസ് ഐ എം റീഡിങ് എ ബുക്ക്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്സ് ടു മീ അല്ല, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ അല്ലേ. ഡിസ്റ്റർബ്സ് എന്ന് പറയുന്ന എസ് ഫോം അവിടെ പറയാൻ പാടില്ല. ഡിസ്റ്റർബ്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. മാത്രമല്ല ടൂം വേണ്ട. ഓപ്ഷൻ ഡി. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡിസ്റ്റർബിൻ്റെ കൂടെ നമുക്ക് ടൂവിൻ്റെ അല്ലെങ്കിൽ പ്രപ്പോസിഷൻ്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ ആസ് ഐ എം റീഡിങ് എ ബുക്ക്. ഓക്കെ. Anya's class teacher and her friends congratulates her warmly when she won the inter-school debate and brought the trophy to the school. Okay. Anya's class teacher and her friends congratulates അല്ല, കാരണം അവള് she won the inter-school debate എന്ന് പറഞ്ഞത് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നർത്ഥം എന്താണ്? അവൾ ജയിച്ചു, ഇന്റർ-സ്കൂൾ ഡിബേറ്റ് ജയിച്ചു. അതുപോലെ തന്നെ ട്രോഫി സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ രണ്ട് വേർബ്സ് ഉണ്ട്. ഒന്ന് വൺ എന്നുണ്ട്, അതുപോലെ ബ്രോട്ട് എന്നുണ്ട് അല്ല. രണ്ട് വേർബ്സ് ഉണ്ട്, അത് രണ്ടും പാസ്റ്റ് ടെൻസ് ഫോമിലാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ എന്തായിരിക്കണം? കൺഗ്രാജുലേറ്റ്സ് അല്ല, കൺഗ്രാജുലേറ്റഡ് എന്ന് വേണം. ഇങ്ങനെ ചെയ്തപ്പോൾ അവൾ ആന്യയുടെ ക്ലാസ് ടീച്ചറും ഫ്രണ്ട്സും കൺഗ്രാജുലേറ്റ് ചെയ്തു. പാസ്റ്റ് ടെൻസ് ആയിരിക്കണം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. Some of us are planned to go for a movie tonight. Some of us are planned to go. വീണ്ടും ടുണൈറ്റ് അല്ലേ. ടുണൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ, ഇന്ന് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മൂവി ടുണൈറ്റ് എന്ന് പറയുമ്പോൾ സം ഓഫ് us ആർ പ്ലാൻ അല്ല, പ്ലാനിങ്. സം ഓഫ് us ആർ പ്ലാനിങ് ടു ഗോ. പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ. വി ആർ പ്ലാനിങ് ടു ഗോ ടു ഡൽഹി. വി ആർ പ്ലാനിങ് ടു ഗോ ഫോർ എ മൂവി. ഓപ്ഷൻ ഡി. The novel Embers has a captivating plot and begins with a senior army officer preparing to receive a rare visitor, a man who was once his closer friend. Okay, അപ്പോൾ നോവൽ എംബേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയാണ്. അപ്പോൾ അതാണ് സബ്ജക്റ്റ് അല്ലേ. ഇതാണ് സബ്ജക്റ്റ്. ഇറ്റ് ഹാസ് എ ക്യാപ്റ്റിവേറ്റിംഗ് പ്ലോട്ട്. വളരെ നമ്മൾ പിടിച്ചിരുത്തുന്ന ഒരു ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ഉണ്ട് ആ നോവലിന്. ആൻഡ് ബിഗിൻസ് വിത്ത് എ സീനിയർ ആർമി ഓഫീസർ preparing to receive a rare visitor. അതൊരു കുഴപ്പമില്ല. receive a rare visitor, a man who was once his closer friend. അവിടെ ക്ലോസർ എന്ന് പറയുന്ന കമ്പാരറ്റീവ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല അല്ലേ. കമ്പാരറ്റീവ് ഡിഗ്രിയുടെ ആവശ്യം ഇല്ല അവിടെ. ഡോണ്ട് നീഡ് എ കമ്പാരറ്റീവ് ഡിഗ്രി. കാരണം എന്താണ്? അവിടെ കമ്പയർ ചെയ്യുന്നില്ല. ഒരു മാൻ, ഒരു ആളെക്കുറിച്ച് പറയുകയാണ്. ഒരു മനുഷ്യൻ അല്ലേ. ഒരു മനുഷ്യൻ അവിടെ റയർ വിസിറ്ററായിട്ട് വന്നിരുന്നു. ആ മനുഷ്യൻ അവൻ ഒരു കാലത്ത് ആ സീനിയർ ആർമി ഓഫീസറിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയിരുന്നു പറയുന്നത് അല്ലേ. അപ്പോൾ ക്ലോസ് ഫ്രണ്ട് മതി. ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് ഹിസ് ക്ലോസ് ഫ്രണ്ട്, ക്ലോസർ ഫ്രണ്ട് എന്ന് പറയുന്ന കമ്പാരറ്റീവ് ഡിഗ്രീൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ എ, ക്ലോസ് ഫ്രണ്ട്. 16. It is estimated that most of the addict, a whopping 85% in God's own country, Kerala, are below 25 years of age. അല്ലേ. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വൺ ഓഫ് ദ എന്നും കണ്ടിട്ടുണ്ട്. വൺ ഓഫ് ദ, ഈ വൺ ഓഫ് ദ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഗ്രൂപ്പിലെ അല്ലേ, ഒരു കൂട്ടം വസ്തുക്കളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഒരാൾ അല്ലേ, അതാണ് പറയുന്നത്. ഒരു കൂട്ടം വ്യക്തികളോ ഒരു കൂട്ടം വസ്തുക്കളിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദന് ശേഷം നമ്മൾ പറയുന്ന നൗൺ ഷുഡ് ബി പ്ലൂറൽ നൗൺ ആയിരിക്കണം. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് അല്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്നായിരിക്കണം. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് എന്നായിരിക്കണം, അല്ലാതെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്നല്ല. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദന് ശേഷവും പ്ലൂറൽ നൗൺ വേണം. എഡിക്ട്സ് എന്ന് വേണം. മോസ്റ്റ് ഓഫ് ദ എഡിക്ട്സ്. പിന്നെ ആ വോപ്പിംഗ് 85%. വോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് അല്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു എമൗണ്ട് സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ ആ വോപ്പിംഗ് എന്ന് പറയാം. വോപ്പിംഗ് 85% ഗോഡ്സ് ഓൺ കൺട്രി ആർ ബിലോ 25 years of age. മോസ്റ്റ് ഓഫ് ദ എഡിക്ട്സ് എന്നായിരിക്കണം, എഡിക്റ്റ് അല്ല, എഡിക്ട്സ്. ഓക്കെ. 17. ബിഫോർ ടേക്ക് ദിസ് മെഡിസിൻ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ബിഫോർ ടേക്കിംഗ് ആയിരിക്കണം അല്ലേ. ഈ മരുന്ന് എടുക്കുന്നതിനെക്കാട്ടും മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. സോ ബിഫോർ ടേക്ക് എ മെഡിസിൻ അല്ല, ബിഫോർ ടേക്കിംഗ് ദിസ് മെഡിസിൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വളരെ സിമ്പിളാണല്ലോ, ഇതിലെന്താണ് പ്രശ്നം, ഓക്കെ കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ടൂടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പഴയ SSC എക്സാംസ് എടുത്തതാണ്. പഴയ നല്ല കുറച്ച് മുന്നേ നടന്നത്. അപ്പോൾ SSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. 18.
The reason for visiting Meerut was because my mother needed to be looked after. അപ്പോൾ ശ്രദ്ധിക്കുക, ദ റീസൺ ഫോർ എന്ന് പറയുമ്പോൾ ദ റീസൺ ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിന് കാരണം, ഇങ്ങനെ സംഭവിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം ഇതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബിക്കോസ് ചേർക്കാൻ പാടില്ല. ബിക്കോസ് ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ എന്ന് പറയുന്നതിൻ്റെ കൂടെ യു ഷുഡ് നോട്ട് യൂസ് ബിക്കോസ്. ഓക്കെ, അപ്പോൾ റീസൺ ഫോർ വിസിറ്റിംഗ് മീററ്റ് വാസ് മൈ മദർ നീഡഡ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ. ഇതാണ് റീസൺ. ഈ റീസൺ അങ്ങ് പറഞ്ഞാൽ മതി. ആ റീസൺ പറയുന്നതിനടുക്ക് നമ്മൾ ബിക്കോസ് വീണ്ടും ചേർക്കാൻ പാടില്ല. ബിക്കോസ് സോ റീസൺ ഫോർ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് നമ്മൾ സെൻറ്റൻസ് ബിഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാരണവശാലും ബിക്കോസ് ചേർക്കാൻ പാടില്ല. വി വിസിറ്റഡ് മീററ്റ് ബിക്കോസ് മൈ മദർ നീഡഡ് ടു ബി ലുക്ക്ഡ് ആഫ്റ്റർ അങ്ങനെ പറയാം. പക്ഷേ മീററ്റ് വിസിറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ബിക്കോസ് പറയാൻ പാടില്ല. ഓപ്ഷൻ ബി. ഓക്കെ, 19. നോ വൺ ഹാവ് എവർ വിസിറ്റഡ് ദിസ് പ്ലേസ് ബിഫോർ. നോ വൺ ഹാവ് എവർ വിസിറ്റഡ്. ഇതുവരെ ആരും ഈ പ്ലേസ്, ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നർത്ഥം മുൻപ്. പക്ഷെ ശ്രദ്ധിക്കുക, നോ വൺ. നോ വൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. അപ്പോൾ ഈ പ്രോണൗൺസിനെ കുറിച്ച് ഇതിൻ്റെ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലെല്ലാം നൗൺസ്, പ്രോണൗൺസ്, ആഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്സ് ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്ലാസ്സിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ദിവസങ്ങളിൽ. ഓക്കെ, സോ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് ഈ നോ വൺ എന്ന് പറയുന്നത്. അതെന്താണ്? സിംഗുലർ ആണ്. ഇറ്റ് ഈസ് സിംഗുലർ. ഈ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ മാത്രമല്ല, സംവൺ, എനിവൺ, എനിബഡി, നോബഡി, എന്താണ് നത്തിങ്, എനിത്തിങ്, അല്ല എവ്രിബഡി, എനിവൺ, എവ്രി വൺ, ഇതൊക്കെ എല്ലാം സിംഗുലർ ആണ്. സോ നോ വൺ എന്ന് പറയുന്നതും സിംഗുലർ ആണ്. നോ വൺ ഹാവ് എവർ വിസിറ്റഡ് അല്ല, ബിക്കോസ് ഹാവ് ഇസ് എ പ്ലൂറൽ വേർബ് അല്ലേ. നമുക്ക് എന്താ വേണ്ടത്? ഹാസ് വേണം. നോ വൺ ഹാസ് എവർ വിസിറ്റഡ് ദിസ് പ്ലേസ് എന്ന് വേണം. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഈ പ്രോണൗൺസിൻ്റെ ഒക്കെ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് വരുന്നുണ്ട്. നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ മറ്റന്നാളുടെ നാളെ ആയിരിക്കും. നാളെ ആഡ്വേർബ്സും ആഡ്ജക്റ്റീവ്സ് ഒക്കെയാണ് വരിക. നാളെ ആഡ്ജക്റ്റീവ്സ്, അതിൻ്റെ പിറ്റേന്ന് ആഡ്വേർബ്സ്. ഓക്കെ, 20. He was not able to give many time to his research. ഓക്കെ, അവൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് അധികം സമയം കൊടുക്കാൻ പറ്റിയിരുന്നില്ല. വാസ് നോട്ട് ഏബിൾ ടു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ടൈം എന്ന് പറഞ്ഞ നൗൺ ഉണ്ട് ഇവിടെ. ടൈം എന്ന് പറഞ്ഞ നൗൺ എന്താണ് ശരിക്കും? ഇറ്റ് ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ്, ഇതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത വരും ദിവസങ്ങളിൽ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ. എന്താണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് എണ്ണാൻ സാധിക്കാത്ത ടൈം എന്ന് പറയുന്നത് നമുക്ക് 2 ടൈം 3 ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ടൈമുകൾ, സമയങ്ങൾ എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എണ്ണാൻ സാധിക്കാത്ത ടൈപ്പ് നൗൺസ് ആണ് അൺകൗണ്ടബിൾ നൗൺസ്. ഈ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിലായിട്ട് മെനി അല്ല യൂസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് മെനി മച്ച് എന്നാണ് യൂസ് ചെയ്യുക. കൗണ്ടബിൾ നൗൺസിൻ്റെ മുമ്പിലാണ് നമ്മൾ മെനി യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്താണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ? ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. 2 ബുക്ക് 3 ബുക്ക് നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ പറ്റും. അപ്പോൾ ഐ ഹാവ് മെനി ബുക്സ് വിത്ത് മീ എന്ന് പറയാം. ഐ ഹാവ് മെനി ബുക്സ് വിത്ത് മീ. പക്ഷേ ടൈം അല്ലെങ്കിൽ ഇപ്പോൾ ഫേർണിച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂസിക് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതും അൺകൗണ്ടബിൾ ആണ്. നമുക്ക് 2 മ്യൂസിക് 3 മ്യൂസിക് ഒന്നും എണ്ണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മച്ച് ടൈം മച്ച് മ്യൂസിക് എന്ന് പറയണം. സോ അൺകൗണ്ടബിളിന് മുന്നേ മച്ചാണ് യൂസ് ചെയ്യേണ്ടത്, മെനി അല്ല. മെനി യൂസ് ചെയ്യേണ്ടത് കൗണ്ടബിൾ നൗൺസിന് മുമ്പാണ് കൂടെയാണ്. മെനി ബുക്സ്. ഓക്കെ, ഓപ്ഷൻ എ. 21. A confluence is a place when 2 or more rivers meet. A confluence is a place when 2 or more rivers meet. അതായത് പ്ലേസ് ആണ്, സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെൻ അല്ല വേർ ആണ്. വേർ 2 അതിൽ കൂടുതൽ നദികളോ മീറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലേ, കണ്ടുമുട്ടുന്ന സ്ഥലമാണ് കോൺഫ്ലുവൻസ്. അപ്പോൾ സ്ഥലം എന്ന് പറയുമ്പോൾ വെൻ അല്ല വേർ വേണം. വേർ. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ വെൻ എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ സി. ഓക്കെ, ശരി, ശ്രദ്ധിക്കുക. 22. ഐ ഷാൽ ബൈ ദിസ് ബുക്ക് ഇഫ് യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ഞാൻ ഈ ബുക്ക് വാങ്ങിക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട് ഇവിടെ, ഇഫ് എന്ന് പറഞ്ഞിട്ട്. ഇഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള വേറൊരു വേർഡാണ് വെദർ അല്ലേ. വെദർ. ഇഫും വെദറും ഇത് രണ്ടും അത്യാവശ്യം സിമിലർ ആണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എന്താണ്? അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നുകിൽ നിനക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. 2 ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്ന് ഇഷ്ടപ്പെടാതിരിക്കുക,
അങ്ങനെ രണ്ട് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇഫ് അല്ല വെദർ ആണ്. കൺഫേം 100% അങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, വെദർ ദിസ് ഓർ ദാറ്റ്, വെദർ എ ഓർ ബി എന്ന് കൃത്യമായി പറയുമ്പോൾ, എ ഓർ ബി എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ വെദർ യൂസ് ചെയ്യണം. അല്ലാതെ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമാണ് പറയുന്നതെങ്കിൽ, ഇഫ് എ അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അവൻ നാളെ വരികയാണെങ്കിൽ നീ അവനെ മീറ്റ് ചെയ്യാൻ പോകണം. ഇഫ് ഹി കംസ് ടു യുവർ ഹോം, അല്ലെ, കംസ് ടു യുവർ ഹൗസ് ടുമോറോ യു ഹാവ് ടു മീറ്റ് ഹിം എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ കണ്ടീഷൻ ആണെങ്കിൽ, അവൻ നാളെ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞ ഒറ്റ കണ്ടീഷനാണ് പറയുന്നത്, നമ്മൾ ഇഫ് യൂസ് ചെയ്യണം. ഇഫ് ഹി കംസ്. പക്ഷേ അവൻ നാളെ വരികയാണോ അല്ലെങ്കിൽ വരുമോ, ഈ വരും എന്താണ് പറയാം നമ്മൾ, ഇഫ് ഹി കംസ് ഓർ നോട്ട്, അല്ലേ, ഇഫ് ഹി കംസ് ഓർ നോട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് വെദർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഉള്ളതുകൊണ്ട് ഇഫ് അല്ല വെദർ യൂസ് ചെയ്യണം. ഓപ്ഷൻ ഡി. ഓക്കെ, വരികയാണെങ്കിൽ ശരി, വന്നില്ലെങ്കിൽ ശരി, അതാണ് സംഭവം. ഓക്കെ, 23. ഈച്ച് വൺ ഓഫ് ദ ചിൽഡ്രൻ ഇൻ എ നഴ്സറി ക്ലാസ് റിക്വയർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈച്ച്, അതായത് നേരത്തെ പഠിച്ചത് എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ്. അതായത് സംബഡി, സംവൺ, എനിബഡി, എനിവൺ, എനിത്തിങ്, എവ്രിബഡി, എവ്രി വൺ, നത്തിങ്, അല്ലേ, ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ് ഈ ഈച്ച് എന്ന് പറയുന്നത്. ഈ ഈച്ച് എന്ന് പറയുന്നതും ഒരു ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. ഇതും സിംഗുലർ ആണ്. അപ്പോൾ ഈച്ച് വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഈ വേർബ് എന്താണ്, എസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. റിക്വയർസ്, അല്ലെ, റിക്വയർ എന്ന് പറയുന്നത് സിമ്പിൾ ഫോം ആണ്, സിമ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ്. അതെന്താണ് സിമ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ റിക്വയർ തന്നെ. ഇത് സിമ്പിൾ ഫോമും എസ് ചേർത്താൽ എസ് ഫോം, അല്ലേ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സബ്ജക്ട് വേർബ് എഗ്രിമെന്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഫോം എന്ന് പറയുന്ന ഈ സാധനം പ്ലൂറലാണ്, നമുക്ക് വേണ്ട സിംഗുലർ മതി, നമുക്ക് സിംഗുലർ വേർബ് മതി. റിക്വയർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വേർബാണ്, നമുക്ക് സിംഗുലർ വേർബായിട്ടുള്ള റിക്വയർസ് വേണം, റിക്വയർസ്. ഓക്കെ, ഓപ്ഷൻ എ. She has been working with me on this project from 2 years. She has been working, അല്ലേ. അപ്പോൾ ടെൻസ് കൃത്യമായിട്ട് നോക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ടെൻസുകളെ കുറിച്ചൊരു സെഷൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പാസ്റ്റിൽ, അല്ലേ, നമ്മൾ പാസ്റ്റിൽ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു ഒരു ആക്ടിവിറ്റി, ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി, ഒരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നമ്മളിപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയും. അതായത് ഈ പ്രോജക്റ്റിൽ എൻ്റെ കൂടെ അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതാണ് ഷീ ഹാസ് ബീൻ പ്ലസ് ING. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, 2 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ ഫ്രം അല്ല, ഫോർ ആണ് ഇതിൻ്റെ ആൻസർ. ഫോർ 2 years, 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ, അല്ലെങ്കിൽ ഓക്കെ ഈ പ്രോജക്റ്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫോർ 2 years. ഓക്കെ, 25. When there were a strong wind, the pine trees made sad eerie sounds. സ്ട്രോങ് വിൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ, there were a strong wind. അപ്പോൾ സ്ട്രോങ് വിൻഡാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് സിംഗുലർ ആണ്. ദിസ് ഇസ് സിംഗുലർ, അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം, വാസ് ആയിരിക്കണം. സിംഗുലർ ആയതുകൊണ്ട് there was a strong wind, നമ്മൾ അങ്ങനെ പറയാം, അല്ലേ. സ്ട്രോങ് വിൻഡ് ആണ് ശരിക്കും ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ when there was a strong wind, the pine trees made sad eerie sounds. Okay, ഇവിടെ ഓപ്ഷൻ ഡി. No sooner had Kavya started her online class that the web connection was lost. അപ്പോൾ ഈ ടൈപ്പ് സെൻറ്റൻസ് വളരെ വളരെ ശ്രദ്ധയോടെ നോക്കുക. നോ സൂണർ, അല്ലേ, നോ സൂണർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ്, അല്ലെങ്കിൽ വേറെ ഏതൊക്കെയാണുള്ളത്, ഈ നോ സൂണറിന് പകരമായിട്ട് നമുക്ക് barely, scarcely, hardly. barely, scarcely, hardly. നോ സൂണറിന് പകരമായിട്ട് ചിലപ്പോൾ ഇങ്ങനെയും കാണാം. അപ്പോൾ ഇതുപോലെ ഉള്ള സെൻറ്റൻസ്, ഇതുപോലെ ഈ തരം വേർഡ്സ് വെച്ചിട്ട് ബിഗിൻ ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക,
ഓരോന്നിനും ഓരോ രീതിയാണ്. നോ സൂണർ എന്നാണ് കാണുന്നതെങ്കിൽ ഇവിടെ ദാറ്റ് അല്ല, ഈ ഭാഗത്ത് രണ്ടാമത്തെ ക്ലോസിൽ ഇവിടെ എന്താ വേണ്ടത്? ദാൻ എന്നാണ് വേണ്ടത്. നോ സൂണർ ദാൻ. നോ സൂണർ ഹാഡ് കാവ്യ സ്റ്റാർട്ടഡ് ഹർ ഓൺലൈൻ ക്ലാസ് ദാൻ ദ വെബ് കണക്ഷൻ വാസ് ലോസ്റ്റ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് കാവ്യ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതും വെബ് കണക്ഷൻ ലോസ്റ്റായി, വെബ് കണക്ഷൻ നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ രണ്ട് ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. കാവ്യ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു ആക്ടിവിറ്റി, രണ്ടാമത്തെ ആക്ടിവിറ്റി വെബ് കണക്ഷൻ പോയി അല്ലേ? അപ്പോൾ ആദ്യം നടന്ന ആക്ടിവിറ്റിയെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം, നടന്ന ആക്ടിവിറ്റിയെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് പറയാം, വാസ് ലോസ്റ്റ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കുക, നോ സൂണർ എന്ന് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ദാൻ എന്നാണ് വരിക. പകരം ബെയർലി, സ്കാസ്ലി, ഹാർഡ്ലി ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ദാനിന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? വെൻ എന്ന് പറയാം. വെൻ. ഓക്കെ, നോ സൂണർ ഹാഡ് കാവ്യ സ്റ്റാർട്ടഡ് ഹർ ഓൺലൈൻ ക്ലാസ് ദാൻ ദ വെബ് കണക്ഷൻ വാസ് ലോസ്റ്റ്. ഓക്കെ, അതിന് പകരം ബെയർലി ഹാഡ് കാവ്യ സ്റ്റാർട്ടഡ് ഹർ ഓൺലൈൻ ക്ലാസ് എന്നായിരുന്നെങ്കിൽ വെൻ ദ വെബ് കണക്ഷൻ വാസ് ലോസ്റ്റ്. സ്കാസ്ലി ഹാഡ് കാവ്യ സ്റ്റാർട്ടഡ് ഹർ ഓൺലൈൻ ക്ലാസ് വെൻ ദ വെബ് കണക്ഷൻ വാസ് ലോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി. 27. I am sorry, I haven't learned the poem at heart. I haven't learned the poem at heart. ഓക്കെ, അറ്റ് ഹാർട്ട് എന്താ പറയുക? ബൈ ഹാർട്ട് ആണല്ലേ, മനപ്പാടമാക്കിയിട്ടില്ല, ബൈ ഹാർട്ട് ആണ്, ബൈ ഹാർട്ട്. ഓക്കെ, ഓക്കെ, റൈറ്റ്, ഓപ്ഷൻ ഡി. 28. Banu finished to read such a thick book in just 2 days. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും തിക്കായിട്ടുള്ളൊരു ബുക്ക് വായിച്ചു തീർന്നു. സോ ഫിനിഷ് ടു റീഡ് അല്ല, ഫിനിഷ്ഡ് റീഡിങ്. ഫിനിഷ് ടു റീഡ് അല്ല, അവിടെ 2+ ഇൻഫിനിറ്റീവിന് പകരം ING ഫോമാണ് വരുന്നത്. ടു റീഡ് അല്ല, റീഡിങ്. ഫിനിഷ്ഡ് റീഡിങ് സച്ച് എ തിക്ക് ബുക്ക് ഇൻ ജസ്റ്റ് 2 days. ഓപ്ഷൻ സി. 29. A large amount of money he invested were wasted. ഇവിടെ വലിയൊരു സംഖ്യ അവൻ ഇൻവെസ്റ്റ് ചെയ്ത വലിയൊരു സംഖ്യ വേസ്റ്റ് ആവപ്പെട്ടു എന്നാണ്. അപ്പോൾ വലിയ സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. സംഖ്യ ഒരു എങ്ങനെ വന്നാലും എത്ര വലിയ ഒരു പൈസയാണെങ്കിലും അല്ലേ, അതൊരു സംഖ്യയാണ്. സോ ഇറ്റ് ഇസ് സിംഗുലർ. സോ വാസ് വേസ്റ്റഡ് ആണ്, വേർ വേസ്റ്റഡ് അല്ല, വാസ് വേസ്റ്റഡ് എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ സി. 30. A tallest man that I have ever seen works in our coal mine. A tallest man that I have ever seen അല്ലേ? A tallest എന്ന് പറയാൻ പാടില്ല, സിമ്പിൾ ആണല്ലേ. ടോളസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ് അല്ലേ? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ദ ടോളസ്റ്റ് മാൻ ദാറ്റ് ഐ എവർ സീൻ വർക്ക്സ് ഇൻ ആ കോൾ മൈൻ എന്ന് പറയും. ഓപ്ഷൻ എ. മൈ ഗ്രാൻഡ് മദർ ഇസ് ക്വൈറ്റ് കൺസേൺഡ് ടു മൈ പ്രോഗ്രസ് അറ്റ് സ്കൂൾ. എൻ്റെ ഗ്രാൻഡ് മദർ അല്ലേ, എൻ്റെ സ്കൂളിലെ എൻ്റെ പ്രോഗ്രസ്സിനെ കുറിച്ച്, പ്രോഗ്രസ് ഓർത്ത് അത്യാവശ്യം കൺസേൺ ഉണ്ട് അല്ലേ, വ്യാകുലത ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സോ കൺസേൺഡിന് കൂടെ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷൻസ് നോട്ട് ടു അല്ല, കൺസേൺ വിത്ത് എന്ന് പറയാം അല്ലെ. കൺസേൺ വിത്ത് മൈ പ്രോഗ്രസ് അറ്റ് സ്കൂൾ, കൺസേൺ വിത്ത് എന്ന് യൂസ് ചെയ്താൽ മതി. കൺസേൺ വിത്ത് അല്ലേ, സോറി അറ്റ് അല്ല, ഇതല്ല, എവിടെയാണ്? യെസ്, ഓപ്ഷൻ ബി. 32. He gave such a long speech but everybody felt bored. അവിടെ ശ്രദ്ധിക്കുക, ബട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കോൺട്രഡിക്ടറി ആയിരിക്കണം. എന്ന് വെച്ചാൽ ബട്ടിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് നേരെ അതിൻ്റെ മീനിങ്ങുമായിട്ട് ഓപ്പോസിറ്റുള്ള മീനിങ് ആയിരിക്കണം രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ അല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. വണ്ണിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന മീനിങ്ങുമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്ങുകളായിരിക്കണം സെക്കൻഡ്. അതിനാണ് ബട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ലോങ് സ്പീച്ചാണ് കൊടുത്തത്, എല്ലാവരും ബോറടിക്കപ്പെട്ടു അല്ലേ, എല്ലാവർക്കും ബോറടിച്ചു. അപ്പോൾ ലോങ് സ്പീച്ച് കൊടുക്കുക, എല്ലാവർക്കും ബോറടിക്കുക, രണ്ടും ഓപ്പോസിറ്റ് അല്ല, രണ്ടും ഒരേ മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ലോങ് സ്പീച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബോറടിച്ചു. സോ ഹി ഗേവ് സച്ച് എ ലോങ് സ്പീച്ച്, ബട്ടിന് വരെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ദാറ്റ് യൂസ് ചെയ്താൽ മതി
അല്ലേ? He gave such a long speech that everybody felt bored. But ആണ് മിസ്റ്റേക്ക്. ഇവിടെയാണ് മിസ്റ്റേക്ക്. Craze for a thing that are not easily available in a country is a common phenomenon. Craze for a thing. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേസ് എന്ന് പറയുമ്പോൾ ഒരു ഉന്മാദം അല്ലേ, ഭ്രാന്തമായ ഒരു ആഗ്രഹം അല്ലേ, അത് നേടിയെടുക്കാനുള്ളൊരു ഭ്രാന്തമായ ആഗ്രഹം, ക്രേസ് ഫോർ എ തിങ്. അത് നമ്മുടെ രാജ്യത്ത് ഈ എളുപ്പത്തിൽ അവൈലബിൾ അല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച്, ഓക്കെ, എളുപ്പത്തിൽ അവൈലബിൾ അല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചുള്ള ക്രേസ് അല്ല, അതിൻ്റെ ഒരു ക്രേസ് നമ്മുടെ രാജ്യത്ത് വളരെ ഒരുപാട് കോമൺ ആണെന്ന്, ഒരു കോമൺ ഫിനോമിനൻ ആണെന്ന് പറയുന്നത്. സോ ക്രേസ് ഫോർ എ തിങ് ദാറ്റ് ആർ നോട്ട് അവൈലബിൾ, ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ആയിരിക്കണം. ഓബ്വിയസ്ലി സിംഗുലർ ആയതുകൊണ്ട് അല്ലേ, ക്രേസ് ആണ് ഒരു വസ്തുവിന് കിട്ടാനുള്ള, വസ്തുവിനെ നേടിയെടുക്കാനുള്ള ക്രേസ്. സോ ഇസ് നോട്ട് ഈസിലി അവൈലബിൾ ഇൻ ആ കൺട്രി, ഇസ് നോട്ട് ഈസിലി അവൈലബിൾ. എവിടെ? ഓപ്ഷൻ സി. 34. A large number of workers have started walking home. A large number of workers have started walking home എന്ന് പറയുമ്പോൾ എന്താണ്? വർക്കർ അല്ല, വർക്കേഴ്സ് ആയിരിക്കണം. വർക്കേഴ്സ്, ഒരു വലിയ കൂട്ടം ജോലിക്കാരാണ്. അപ്പോൾ വർക്കർ അല്ല, വർക്കേഴ്സ്. ഹാവ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലൂറലാണ്. സോ വർക്കേഴ്സ് ആയിരിക്കണം, വർക്കേഴ്സ്. ഓപ്ഷൻ ബി. 35. In this lockdown period, every worker in the factory has started bring their own lunch. Okay. Every worker in the factory has started. Has ആണ് ഉപയോഗിക്കേണ്ടത്, കറക്റ്റാണ്. കാരണം എന്താണ്? എവറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഇസ് സിംഗുലർ. സോ എവറി വർക്കർ ഇൻ ദ ഫാക്ടറി, ആ ഫാക്ടറിയിലുള്ള ഓരോ വർക്കറും അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സും, എല്ലാ ജോലിക്കാരും എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് പറയുന്നതെങ്കിലും നമ്മൾ എവറി എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഇസ് സിംഗുലർ ആൻഡ് ദ verb used along with it should also be singular. So every worker in the factory has started, correct ആണ്. പക്ഷേ bring their own lunch അല്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ബ്രിങ്ങിങ് എന്ന് വേണം പറയാൻ, ഇവിടെ ബ്രിങ്ങിങ് എന്ന് വേണം പറയാം. പക്ഷേ അവിടെ വേറൊരു മിസ്റ്റേക്കും കൂടെ ഉണ്ട്. എവറി വർക്കർ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്, അത് സിംഗുലർ ആണ്. അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വേർബ് സിംഗിളർ ആണ്, അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട പ്രോണൗണും സിംഗുലർ ആയിരിക്കണം. ദിയാർ ഓൺ ലഞ്ച് അല്ല, ഹിസ് ഓൺ ലഞ്ച് ആയിരിക്കണം അല്ലേ? അവിടെ ഹിസ് ഓൺ ലഞ്ച് ആയിരിക്കണം. എവ്രി വൺ മസ്റ്റ് ബ്രിങ് ഹിസ് ഓൺ ലഞ്ച് എന്നാ പറയാം. എവ്രിബഡി മസ്റ്റ് ബ്രിങ് ഹിസ് ഓൺ ലഞ്ച് എന്നാണ് പറയാം. അവിടെ പ്രോണൗൺ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് മെയിൽ ജെൻഡർ അസ്യൂം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ മെയിലാണ് പറയേണ്ടത്, മെയിൽ ജെൻഡർ അസ്യൂം ചെയ്യണം. ഓക്കെ, എവിടെയാണ്? ഇപ്പോൾ രണ്ട് സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ട് ശരിക്കും. ഇവിടെ ബ്രിങ്ങിങ്ങിലുണ്ട് മിസ്റ്റേക്ക് ഉണ്ട്, ഓപ്ഷൻ സിയിലും മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ ദിയാറും മിസ്റ്റേക്ക് ഉണ്ട് ശരിക്കും. രണ്ട് ഏരിയാസിലും മിസ്റ്റേക്ക് ഉണ്ട്. 36. 2 flyovers have been proposed in the new plan to decongest MG Road. അപ്പോൾ 2 flyovers have been proposed അല്ല, proposed എന്നാണ്. പ്രപ്പോസ്ഡ്. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം V3 ഫോം വേണം അല്ലേ? V3 ഫോം വേണം. ബിക്കോസ് 2 flyovers എന്ന് പറയുന്നതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. 2 flyovers എന്ന് പറയുന്നതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് വെച്ച് ബിഗിൻ ചെയ്യുന്ന ഈ സെൻറ്റൻസസ് ഓബ്വിയസ്ലി ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ വേർബ് എങ്ങനെ വന്നാലും V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെ വരാൻ പാടുള്ളൂ. പ്രപ്പോസ്ഡ് ഇൻ ദ ന്യൂ പ്ലാൻ, ഹാവ് ബീൻ പ്രപ്പോസ്ഡ് ഇൻ ദ ന്യൂ പ്ലാൻ. I want you to complete this work by 2 days. I want you to complete this work by 2 days. Within 2 days ആണ്, by 2 days അല്ല, within 2 days. Within 2 days. Option right. Neither Sam nor I are interested in attending the meeting. Neither Sam nor I are interested in attending the meeting എന്ന് പറയുമ്പോൾ neither അല്ലെങ്കിൽ neither nor അല്ലെങ്കിൽ either or അല്ലെങ്കിൽ സിംപ്ലി ജസ്റ്റ് ഓർ അല്ലേ? ഈ കോമ്പിനേഷനെല്ലാം, ഈ പറയുന്ന കോമ്പിനേഷൻസിലെല്ലാം വേർബ് എഗ്രി ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള
നൗണിനോടോ പ്രോനൗണിനോടോ ആണ്. സോ ഐ എന്ന് പറയുന്ന ഈ പ്രോനൗണിനോടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. ഐ സിംഗിൾ ആയതുകൊണ്ട് തന്നെ ആം എന്ന് വേണം, ഇസ് അല്ല ആം. ഈ പ്രോനൗണിനോട് എഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണം. സോ ഐ ആം എന്നാണ്. നൈദർ സാം നോർ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ അറ്റൻഡിങ് ദ മീറ്റിംഗ്. ഇസ്സോ ആറല്ല ഇസ്സുമല്ല, കാരണം ഐ ആയതുകൊണ്ട് ഇസ് പറയാൻ പറ്റില്ല, ആം എന്ന് പറയണം. ഓക്കെ, ഓപ്ഷൻ ഡി. 39. Poor people have run down of food supplies during the lockdown. റൺ ഡൗൺ അല്ല, അതായത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഫുഡ് സപ്ലൈസ് തീർന്നു പോയി അല്ലേ, അല്ലെങ്കിൽ അത് ആവശ്യത്തിന് തികഞ്ഞില്ല. അപ്പോൾ റൺ ഡൗൺ അല്ല, റൺ ഔട്ട് ഓഫ് എന്ന് പറയാം. റൺ ഔട്ട് ഓഫ് ഫുഡ് സപ്ലൈസ് തീർന്നു പോയി. റൺ ഔട്ട് ഓഫ് ഫുഡ് സപ്ലൈസ്. 40. No one of them came to the inauguration of a new factory. Okay, no one of them അല്ല, none of them അല്ലേ. No one of them അല്ല, none of them came to the inauguration of a new factory. Option B. You must be careful about what you say as you meet her. അവളെ മീറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് സംസാരിക്കണം അല്ലേ, സംസാരിക്കുന്നതിനെ കുറിച്ച് വളരെ കെയർഫുൾ ആയിരിക്കും. സോ വാട്ട് യു സേ ആസ് യു മീറ്റ് ഹർ അല്ല, വെൻ യു മീറ്റ് ഹർ. അവളെ കണ്ടുമുട്ടുമ്പോൾ, അവളെ കാണുമ്പോൾ സംസാരിക്കേണ്ടത് ശ്രദ്ധിച്ചിട്ട് സംസാരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ അബൌട്ട് വാട്ട് യു സേ വെൻ യു മീറ്റ് ഹർ, ആസ് യു മീറ്റ് ഹർ അല്ല. She has been a member of this club since its formation. അല്ലേ, ഷീ ഹാസ് ബീൻ എ മെമ്പർ. അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ഷീ ഹാസ് ബീൻ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും മെമ്പറാണ്. സിൻസ് ഇറ്റ്സ് ഫോർമേഷൻ, ഷീ ഹാസ് ബീൻ എ മെമ്പർ ഓഫ് ദിസ് ക്ലബ് സിൻസ് ഇറ്റ്സ് ഫോർമേഷൻ. ശ്രദ്ധിക്കുക, സിൻസ് ഇറ്റ്സ് എന്ന് പറയുന്ന അവിടെ മിസ്റ്റേക്ക് അല്ലേ. അതായത് IT' എന്ന് പറയുന്നത് ഇറ്റ് ഇസിൻ്റെയോ അല്ലെങ്കിൽ ഇറ്റ് ഹാസിൻ്റെയോ എന്താണ്, ഇറ്റ് ഹാസിൻ്റെയോ ഇറ്റ് ഈസിൻ്റെയോ ഒരു ഷോർട്ട് ഫോമാണ്. ഓക്കെ, നമുക്കവിടെ അതിൻ്റെ, ആ ക്ലബിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ എന്ന് പറയുന്ന മീനിങ്ങിൽ ITS മാത്രമേ പറയാൻ പാടുള്ളൂ. ഇറ്റ്സ്. ഓക്കെ, ഇറ്റ്സ് ഫോർമേഷൻ സി അല്ല, ഓപ്ഷൻ സി. ഓക്കെ. 43. The man played the flute and led all the mouse out of the room. Okay, the man played the flute and led all the mouse. All the മൗസിന് പകരം നമുക്ക് മൈസ് എന്ന് പറഞ്ഞാൽ അല്ലേ, മൗസ് അല്ല. മൗസിൻ്റെ പ്ലൂറൽ ഫോം മൈസ് ആണ്. ഓൾ ദ മൈസ് അല്ലേ, ഓൾ ദ മൈസ് ഔട്ട് ഓഫ് ദ മൈസ്. മൗസ് സിംഗുലർ, പ്ലൂറൽ ഇസ് മൈസ്, MICE. 44. The venue for the wedding have not yet been finalized. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഫൈനലൈസ് ചെയ്യപ്പെടാതിരുന്നത് അല്ലേ, ഇതുവരെ ഫൈനലൈസ് ചെയ്യാത്തത് അല്ലെങ്കിൽ ചെയ്യപ്പെടാത്തത് എന്താണ്, വെഡ്ഡിങ്ങിൻ്റെ വെന്യൂ ആണ് അല്ലേ. വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വെന്യൂ ആണ്. സോ വെന്യൂ ഇസ് ഒബ്വിയസ്ലി സിംഗുലർ. കാരണം ഒരൊറ്റ വെന്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി എന്താണ്, സിംഗുലർ ആണ്. സോ ഹാവ് നോട്ട് ബീൻ അല്ല, has not been yet been finalized. കാരണം ഹാസ് എന്ന് പറയുന്നതാണ് സിംഗുലർ, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. ഓക്കെ, യെറ്റ് ബീൻ ഫൈനലൈസ്ഡ്. അപ്പോൾ ഇത് വോയിസ് ഏതാണ്, പാസീവ് വോയിസ് ആണ് അല്ലേ. സോ ഹാസ് നോട്ട് യെറ്റ് ബീൻ, ഓപ്ഷൻ ബി. 45. Laws and rules are made to safeguarding our rights and protect us. Laws and rules are made to safeguarding our rights അല്ല, safeguard our rights. To safeguard എന്ന് പറയാം. നമ്മൾ 2ൻ്റെ കൂടെ അല്ലേ 2+V1 ആണ് ഉപയോഗിക്കുക. 2+ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2+V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ് V1 എന്ന് പറയുന്നത്. അപ്പോൾ 2+ സേഫ് ഗാർഡ്. ഒരിക്കലും 2+Vൻ്റെ വേർബിൻ്റെ ING ഫോം ഒരിക്കലും വരാൻ പറ്റില്ല. ഓക്കെ, 2+ വേർബിൻ്റെ ING ഫോം ഒരിക്കലും വരില്ല, 2+V1 മാത്രമേ വരൂ. പിന്നെ ഇത് ഇൻഫിനിറ്റീവ്. ഇനി ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ V1 എന്ന് മാത്രം ഉള്ളതിനാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുക. ബെയർ ഇൻഫിനിറ്റീവ്. ഓക്കെ, 2+
V1 ആണെങ്കിൽ ഇൻഫിനിറ്റീവ്, V1 എന്ന് മാത്രമാണെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇത്തരം ടെർമിനോളജികൾ അല്ലെങ്കിൽ വാക്കുകൾ അറിഞ്ഞു വെക്കണം. പേരുകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. കാരണം പല ഗ്രാമർ കോൺസെപ്റ്റുകളും പഠിക്കുമ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ബെയർ ഇൻഫിനിറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും എന്താ. അപ്പോൾ അത് ആദ്യം പഠിക്കാൻ പോകണം. ഓക്കെ. 46. I didn't knew you had gone to Goa for a vacation. I didn't knew. Didn't knew എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഡിഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ ഡിഡിൻ്റെ കൂടെ ഒരു കാരണവശാലും അതിൻ്റെ കൂടെ എപ്പോഴും എന്താ ഉപയോഗിക്കേണ്ടത്, V1 ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. V1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ്. ഐ ഡിഡൻറ്റ് നോ, ഇവിടെ ന്യൂ അല്ല, നോ എന്ന് പറയുന്നത് ബേസ് ഫോം ആണ് വേണ്ടത്. I didn't know you had gone to Goa for a vacation. Did V1. Okay. Option D. 47. The tired and vexed travelers waiting at the airport for a long time. Okay. The tired and vexed travelers. Okay. വളരെ എന്താണ്, ക്ഷീണിതരായ ട്രാവലേഴ്സ് അല്ലേ. അവർ കുറേ നേരമായിട്ട്, ഫോർ എ ലോങ് ടൈം, കുറേ നേരമായിട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് അറ്റ് എയർപോർട്ടിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദി എയർപോർട്ട് ഫോർ എ ലോങ് ടൈം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇന്ന് കുറച്ച് സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദി എയർപോർട്ട് ഫോർ എ ലോങ് ടൈം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ല, ഇതാണ് പറയാം. ഓപ്ഷൻ സി എന്ന് പറയാം അല്ലേ. ഓപ്ഷൻ സി. ഓക്കെ. 48. We must plan how we can cope with the present situation. Cope with the present situation. Okay. How can we? അല്ലേ, how can we അല്ല, how we can അല്ലേ. We must plan എന്ന് പറഞ്ഞിട്ട് this is an assertive statement. ഒരു സാധാരണ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ അല്ല. സോ how can we cope അല്ല, how we can cope. We എന്ന് പറയുന്ന സാധനം ആദ്യം പറയണം. Subject comes first. Then comes the auxiliary verb or helping verb. So we must plan how we can cope with the present situation. അതിന് പകരം how എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, how വെച്ചിട്ട് ബിഗിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ചോദ്യമായിരുന്നുവെങ്കിൽ എന്ത് പറയാം, how can we cope with the present situation question mark അങ്ങനെ പറയാം. പക്ഷേ ഇതൊരു ചോദ്യമല്ല, അതെന്താണ്, we must plan how we can cope with the present situation. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുമ്പോൾ ആദ്യം WH വേർഡ് തന്നെ how, വാട്ട്, വേർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, വേർ, വൈ, വെൻ അല്ലേ, ഇതൊക്കെയാണ് WH വേർഡ്സ്. ഈ WH വേർഡ്സ് അതിനുശേഷം സബ്ജക്റ്റ് ആണ് വരേണ്ടത്, പിന്നെ ഓക്സിലറി വേർബ്. സോ ഹൗ ക്യാൻ വി അല്ല, ഹൗ വി ക്യാൻ. അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോപ്പ് എന്ന് പറയുന്നൊരു വേർബ് ഉണ്ട് ഇവിടെ, COPE എന്ന് വെച്ചാൽ തരണം ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുക, അത് തരണം ചെയ്യുക എന്നൊരു മീനിങ്. സോ കോപ്പ്, ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെ തരണം ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും കോപ്പിൻ്റെ കൂടെ ഒരു അപ്പ് ചേർക്കാറുണ്ട്, അത് തെറ്റാണ്. കോപ്പ് അപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കോപ്പിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ ഓൾവേസ് വിത്ത് എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. കോപ്പ് വിത്ത് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. കോപ്പ് വിത്ത് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. ദ സ്മോൾ കഫേ അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് ഹിസ് ഹേർ അല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആ റോഡിൻ്റെ അങ്ങേ വശത്തുള്ള ചെറിയ ആ ഒരു കഫേ അല്ലെ, സ്മോൾ കഫേ അവളുടേതാണ്. ഹേർ അല്ല, ഹേഴ്സ്. അവളുടെ, ഹേഴ്സ്, സോറി, അപ്പോസ്ട്രോഫി പാടില്ല, HERS, ഹേഴ്സ് അല്ലേ. സ്മോൾ കഫേ അറ്റ് ദി എൻഡ് ഓഫ് ദ റോഡ് ഇസ് ഹേഴ്സ്. ഹേഴ്സ് എന്ന് മാത്രം വരാൻ പാടില്ല, ഹേഴ്സ്. ഓപ്ഷൻ ഡി. 50. Zoya won the first prize in the race unless she stumbled and fell. Okay. Zoya won the first prize in the race unless അല്ല, നമ്മളെന്താ പറയുക, അതായത് സ്റ്റംബിൾ ചെയ്തിട്ടും അവൾ തെന്നി, അതായത് കാല് തട്ടിയിട്ട് വീണിട്ട് കൂടി അവൾ ഫസ്റ്റ് പ്രൈസ് ചോദിച്ചു. അപ്പോൾ അൺലെസ് എന്ന് പറയുന്നതിന് പകരം ഈവൻ ദോ എന്ന് പറയാം. അല്ല, ഈവൻ ദോ അല്ലെങ്കിൽ ദോ ഷീ സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. ഓക്കെ. അപ്പോൾ അൺലെസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, അങ്ങനെ സംഭവിച്ചിട്ട് കൂടി, അല്ലെങ്കിൽ സംഭവിച്ചിട്ട് കൂടി എന്നല്ല, സോറി. അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പിന്നെ
അതായത് ഇന്ന കാര്യം സംഭവിക്കാത്തിടത്തോളം എന്നൊരു മീനിങ് ആണ്. സോ അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അപ്പോൾ അവിടെ യു വിൽ ഫെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ തോൽക്കും അല്ലെങ്കിൽ അല്ലേ, അവിടെ ഒരു നെഗറ്റീവ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ ഫെയിൽ. അപ്പോൾ അവിടെ തോൽക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ എന്താണ് കഠിനമായി പരിശ്രമിക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്ന ഒരു ഐഡിയ നമ്മൾ കൺവേ ചെയ്തു അല്ലേ. സോ അൺലെസ് അങ്ങനെ ഒരു മീനിങ് ആണ്. അങ്ങനെ ചെയ്യാത്തിടത്തോളം എന്നൊക്കെ ഒരു മീനിങ് ആണ്. സോ ഓപ്ഷൻ എ. ഡു യു മൈൻഡ് ലെൻഡിങ് മീ യുവർ ബുക്ക് ഫോർ എ ആർ. ആർ അല്ല, HOUR എന്ന് പറയുന്ന വേർഡിൻ്റെ H സൈലൻ്റ് ആണ് അല്ലേ. H സൈലൻ്റ്. ഇവിടെ ഈ പറയുന്ന സൗണ്ട് എന്താണ്, ഒരു വവൽ സൗണ്ടാണ്. വവൽ സൗണ്ടാണ്. നമ്മൾ ലെറ്റർ നോക്കിയിട്ടല്ല ആർട്ടിക്കിൾ ഡിസൈഡ് ചെയ്യേണ്ടത്, പകരം സൗണ്ട് നോക്കിയിട്ടാണ്. കോൺസണൻറ്റ് സൗണ്ടാണോ വവൽ സൗണ്ടാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആർട്ടിക്കിൾ ഡിസൈഡ് ചെയ്യണം. സോ ആർ എന്ന് പറയുന്ന HOUR ആർ, ദറ്റ് H is silent, ഒബ്വിയസ്ലി അത് വവൽ സൗണ്ടാണ്. അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എന്താണ്, ആൻ എന്നാണ് വിഷയം. an r അല്ലേ. ഡു യു മൈൻഡ് ലെൻഡിങ് മീ യുവർ ബുക്ക് ഫോർ an r. റൈറ്റ്, ഓപ്ഷൻ സി. He loses his tempers on the slightest provocation. He loses his tempers on the slightest provocation. Okay. Tempers എന്ന് പറയേണ്ട ടെമ്പർ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. He loses his temper on the slightest provocation. Okay. ഓപ്ഷൻ ഡി അല്ലേ. പ്രൊവക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ എന്താ പറയുക, നമ്മൾ ഒരാളെ ടെമ്പർ തെറ്റിക്കുക അല്ലേ, എന്ന കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുപ്പിച്ചിട്ട് അയാളെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക, പ്രതികരിപ്പിക്കുക, അങ്ങനത്തെ ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്, പ്രവൃത്തിയാണ് പ്രൊവക്കേഷൻ എന്ന് പറയുന്നത്. സ്ലൈറ്റസ്റ്റ്. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പ്രൊവോക്ക് ചെയ്താൽ പോലും ടെമ്പർ ലൂസ് ചെയ്യും. പക്ഷേ ഇവിടെ വേറെ ശ്രദ്ധിക്കുക, പ്രൊവക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഇതിൻ്റെ മീനിങ് ഒക്കെ നമുക്കറിയാം, പക്ഷേ പലരും ഇതിൻ്റെ വേർബ് ഫോമായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊവോക്കേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് പണ്ട് മുതലേ അറിയുന്നത് പ്രൊവോക്കാണ്. അത് പഠിച്ചിട്ടുള്ള ഒരു വേർബ് ഫോമും പ്രൊവോക്ക് എന്നാണ്. പ്രൊവോക്ക്. സോ പ്രൊവോക്ക് ചെയ്യുക എന്നാണ് പറയുക, അല്ലാതെ പ്രൊവോക്കേറ്റ് എന്നുള്ള വാക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണമെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ട് കൺഫേം ചെയ്യേണ്ടി വരും. പല സിനിമകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന വാക്കാണ്. ഒബ്വിയസ്ലി സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലായിട്ട്, നമ്മൾ മലയാളീസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രൊവോക്കേറ്റ് എന്നൊക്കെ. പ്രൊവോക്കാണ് അതിൻ്റെ വേർബ് ഫോം. പ്രൊവോക്ക്. നൗൺ ഫോം എന്ന് പറയുന്നത് പ്രൊവോക്കേഷൻ. ഓക്കെ, പ്രൊവോക്കേഷൻ. 53. There was enough evidence to convict him on selling of fake medicines. Okay. There was enough evidence. അല്ലേ, was enough evidence കറക്റ്റ് ആണ്. എവിഡൻസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ. ടു കൺവിക്ട് ഹിം ഓൺ സെല്ലിംഗ് ഓഫ് ഫേക്ക് മെഡിസിൻസ്. ഇവിടെ ഓൺ സെല്ലിങ്ങിലാണ് പ്രശ്നം അല്ലേ, അവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്. ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ കൺവിക്ട് ഹിം ഓൺ സെല്ലിംഗ് ഫേക്ക് മെഡിസിൻസ് മതി. സെല്ലിംഗ് ഫേക്ക് മെഡിസിൻസ്. സെല്ലിംഗ് ഓഫിൻ്റെ ആവശ്യമില്ല. ഓൺ സെല്ലിംഗ് ഫേക്ക് മെഡിസിൻസ് അല്ലേ, സെല്ലിംഗ് ഓഫ് അല്ല. 54. Although this is a narrower street, many large trucks can enter it. This is a narrower street അല്ല. ഇതൊരു ഇവിടെ സൂപ്പർലേറ്റീവിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ പല സ്ട്രീറ്റുകളിൽ അല്ലേ, ആ സ്ട്രീറ്റുകളിലെ ഏറ്റവും നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ് എന്നൊരു മീനിങ് അല്ല പറയുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്ട്രീറ്റ് എടുത്തിട്ട് അത് ഒരു നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ് ആണെങ്കിൽ പോലും ഒരുപാട് വലിയ ലാർജ് ട്രക്സ് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാരറ്റീവ് ഡിഗ്രിയോ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിച്ചാൽ മതി. ഓൾദോ ദിസ് ഇസ് എ നാരോ സ്ട്രീറ്റ് അല്ലേ, നാരോ സ്ട്രീറ്റ്, മെനി ലാർജ് ട്രക്സ് ക്യാൻ എൻ്റർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. 55. The three of them shouted out to each another when the train started moving. ഇവിടെ ശ്രദ്ധിക്കുക, 3 of them അല്ലേ. The 3 of them 3 പേരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് 3 പേരെ കുറിച്ചാണ്. നമുക്കറിയാം 2 പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈച്ച് അതർ എന്ന് പറയും. ഈച്ച് അതർ. ഓക്കെ, ഈച്ച് അതർ.
രണ്ടിൽ കൂടുതലാണെങ്കിലോ ഇഫ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ് മോർ ദാൻ 2 നമ്മൾ പറയേണ്ടത് 1 അനദർ എന്നാണ്. 1 അനദർ. ഓക്കെ, സോ ഈച്ച് അനദർ എന്ന് പകരം 1 അനദർ. ഈച്ച് അതർ അല്ല, ഈച്ച് അനദർ അല്ല, 1 another. The three of them shouted out to one another when the train started moving. Okay, ഇതിന് പകരം 2 of them എന്നായിരുന്നെങ്കിലോ 2 of them എന്നായിരുന്നുവെങ്കിൽ the 2 of them shouted out to each other എന്നാണ് പറയട്ടെ അല്ലേ, each other. അതൊന്ന് ഇറേസ് ചെയ്തേക്കാം, വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, റൈറ്റ്. 56. This jewelry box അല്ലേ, jewelry box is made from silver and is an antique piece ആണ്. ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ മെയ്ഡ് ഫ്രം സിൽവർ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓഫ് സിൽവർ എന്നുണ്ടായി അല്ലേ, മെയ്ഡ് ഓഫ് സിൽവർ ആൻഡ് ഇസ് ആൻ ആൻറ്റിക് പീസ്. ഫ്രമിന് പകരം നമ്മൾ ജസ്റ്റ് ഓഫ് യൂസ് ചെയ്യുക. An 8 years old girl has made this beautiful painting. 8 years old girl 8-year-old girl ആയിരിക്കണം. 8-year-old girl has made this beautiful painting അല്ലേ. ഇന്ന് ഇത്രയും വയസ്സുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അല്ലെ കുട്ടിയോ ഒരു വ്യക്തിയോ ആളെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇയേഴ്സ് എന്ന് പറയാൻ പാടില്ല. എത്രയാണോ അതിൻ്റെ സംഖ്യ അതിന് ശേഷം ഇയർ എന്ന് പറയണം. A 50-year-old man അല്ലെ, a 45-year-old woman, a 28-year-old man അല്ലെങ്കിൽ മാൻ. ഇയർ എന്നാ പറയാ, ഇയേഴ്സ് അല്ല. 58. They will be ready leaving for the airport in an hour. Leaving for the airport, ready to leave. They will be ready to leave for the airport. Leave for the airport is airport like പോകാനായിട്ട് to leave for the airport. Okay, option D. 3 hours will have passed when the bell will ring. Okay, 3 hours will have passed when the bell will ring. ഇവിടെ ബെൽ വിൽ റിങ്, അതായത് ബെല്ല് റിങ് ചെയ്യുമ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുന്നത്. സോ ബെൽ വിൽ റിങ്ങിന് പകരം ബെൽ റിങ്സ് എന്ന് പറഞ്ഞത്. വെൻ ദ ബെൽ റിങ്സ് 3 hours will have passed അല്ലേ. ബെൽ റിങ്സ് അവിടെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാൻ മതി. രണ്ടിലും ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലേ, ഇന്ന് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എത്തുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ദിസ് ഇവൻറ്റ് ഓർ ആക്ടിവിറ്റി അവിടെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ബെൽ റിങ് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ടൈമിൽ, അത് ഫ്യൂച്ചറിലെ ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലേ, ഒരു ഫ്യൂച്ചറിലെ ഭാവിയിലെ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് ബെൽ റിങ് ചെയ്യുന്നത്. ആ ബെൽ റിങ് ചെയ്യുന്ന ആ ടൈമിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, പാസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കണം, ഇവിടെ നമുക്ക് വീണ്ടും ഫ്യൂച്ചർ ടെൻസ് പറയാൻ പറ്റില്ല. ഇവിടെ പ്രസൻറ്റ് സിമ്പിളിൽ പറയുന്നതാണ്. സോ ബെൽ റിങ്സ്. 60. Did you told him about the new plot that you have bought? Did പ്ലസ് ടോൾഡ് അല്ലേ, തെറ്റാണ്. ഡിഡിൻ്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും പാസ്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഓൺലി എല്ലായ്പ്പോഴും V1 ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബേസ് ഫോം. ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദ ന്യൂ പ്ലോട്ട് ദാറ്റ് യു ഹാവ് ബോട്ട്? ഓപ്ഷൻ എ. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ കവർ ചെയ്തു. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ നോക്കുക. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുക എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നോക്കുക വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്ന ബുക്കുകൾ ഉണ്ടാവും അല്ലേ, അത്തരം ക്വസ്റ്റ്യൻസ് റിലൈ ചെയ്യുക. കാരണം അത് അതിനെ റിലൈ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ സൊല്യൂഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനിലും അത് ഉപയോഗിച്ചിരിക്കുന്ന കോൺസെപ്റ്റുകൾ എന്താണെന്ന് സൊല്യൂഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ വായിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ഒരു 50 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ SSC ചോദിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ സ്പോട്ട് തിയറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ
നിങ്ങൾക്ക് എന്ത് കിട്ടും, പിന്നെ കോൺസെപ്റ്റുകൾ അവിടെ കവർ ചെയ്തിട്ടുണ്ടാവും. അത് 100% ഉറപ്പാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അങ്ങനെയാണ് SSC ചോദിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അത് എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈവൻ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത കാണാം. നാളത്തെ സെഷൻ വിൽ ബി ആഡ്ജക്റ്റീവ്സ്, അതിനുശേഷം ആഡ്വേർബ്സ്, പിന്നെ നൗൺസ്, പ്രൊനൗൺസ്. ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള